മുംബൈ ടീമിലും പുറത്തും വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും മുംബൈ ടീമിൽ യാതൊന്നിലും പെടാതെ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, സൂര്യകുമാറാണ്. പരിക്ക് കാരണമാണ് സൂര്യ കളിക്കാത്തത്. എന്നാൽ സൂര്യ അടുത്ത മത്സരം മുതൽ മുംബൈ ടീമിൽ ഉണ്ടാകും. ഇന്നലത്തെ മത്സരം കണ്ട് സൂര്യ പോലും പേടിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി കണ്ട്. ഇപ്പോഴിതാ ഇന്നലത്തെ കളിയെ പറ്റി സൂര്യ പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹൈദരാബാദ് ഇന്നലെ 270 റൺസ് എടുത്തത് കണ്ട് സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും അധംപതിച്ചോ മുംബൈ ടീം? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി വളരെ മോശമാണ്. പാണ്ഡ്യ ക്യാപ്റ്റൻസിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ വരുന്ന മത്സരങ്ങളിലും ടീമിന്റെ ഗതി ഇങ്ങനെ തന്നെയായിരിക്കും. പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അറിയില്ലെങ്കിൽ രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റനാക്കണം. എന്തുകൊണ്ട് മാനേജ്മെന്റ് ഇങ്ങനെ ചെയ്യുന്നില്ല? പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കളിക്കാരുമായി അവന് യാതൊരു സമ്പർക്കവുമില്ല. അവന് തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബുംറയുടെ കാര്യം തന്നെ എടുത്താൽ അത് മനസ്സിലാകും. ബുംറയ്ക്ക് എന്തുകൊണ്ട് ശരിയായ രീതിയിൽ പാണ്ഡ്യ ബൗളിംഗ് കൊടുക്കുന്നില്ല? ഇത് പാണ്ഡ്യയുടെ ഈഗോ തന്നെയാണ്. കുറച്ചും കൂടി കാര്യങ്ങൾ മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണം. രോഹിത്തിനെ തിരിച്ച് ക്യാപ്റ്റനാക്കണം. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും സൂര്യകുമാർ വ്യക്തമാക്കി. സൂര്യയുടെ അഭിപ്രായം തന്നെയാണ് മുംബൈ ടീമിലെ എല്ലാ താരങ്ങൾക്കും, അതുപോലെ മുംബൈ ഫാൻസിനും. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി വളരെ മോശമാണ്. പാണ്ഡ്യ സഹതാരങ്ങളോട് ശരിയായ രീതിയിലല്ല സമ്പർക്കം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ ടീമിലെ ഐക്യമത്യം പോയിരിക്കുകയാണ്. മുംബൈ ഫാൻസ് പോലും പറയുന്നു പാണ്ഡ്യയെ പുറത്താക്കി രോഹിത് ശർമ്മ തിരിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ മുംബൈ എല്ലാ കളി തോൽക്കണം. അത് ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണ് മുംബൈ ഫാൻസ് ഇപ്പോൾ പറയുന്നത്. ശരിക്കും പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ തോൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെയാണ് പാണ്ഡ്യയുടെ ഷോ. അപ്പോൾ ഇന്നലത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.